നമുക്ക് ഇച്ചിരി ഈത്തപ്പഴം അച്ചാറിട്ടാലോ? അതിനുവേണ്ടി ഞാൻ ഇത്രയും നാരങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ പരുവത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. കുറച്ച് പച്ചമുളകും അതും ഈ പരുവത്തിലാണ്. എൻ്റെ പരുവ ഈ രീതിയിലാണ്. നിങ്ങൾക്ക് ഏതാ സൗകര്യം എന്ന് വെച്ചാൽ വട്ടത്തിലരിയാം, നീളത്തിലരിയാം, കനം കുറച്ചരിയാം. വെളുത്തുള്ളി അതുപോലെ ഈ രീതിയിലാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്. പിന്നെ ഈത്തപ്പഴം കണ്ട ഇത്രയും. അവരവർക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം. ഞാൻ ഇത്രയാണ് ഇതിന് ചേർക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം. ചട്ടി ചൂടായിട്ടുണ്ട്. പച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പച്ചെണ്ണയ്ക്കകത്താണ് ഞാൻ ഇടുന്നത്. ഏത് അച്ചാറിട്ടാലും പച്ചെണ്ണയ്ക്കകത്ത് തന്നെ ഇടണം, എന്നെങ്കിലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അച്ചാറ് പൂക്കാതെ ഇരിക്കത്തുള്ളൂ. വെളിച്ചെണ്ണയ്ക്കകത്താണെങ്കിൽ പെട്ടെന്ന് അച്ചാറ് പൂത്തും പോവും, രുചിയും കാണത്തില്ല. ചൂടായിട്ടുണ്ട്. നമുക്കിനി കടുക് ഇട്ട് കൊടുക്കുക. ശകലം ഉലുവ ഇട്ട് കൊടുക്കുക. എല്ലാം പൊട്ടി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് എണ്ണയ്ക്കകത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. കറിവേപ്പില നല്ലതുപോലെ മൂക്കണം. പച്ചയ്ക്ക് കിടക്കരുത്. പച്ച കിടന്നു കഴിഞ്ഞാൽ അച്ചാറുകൾ മൂത്ത് പോവും. അച്ചാറ് പൂത്ത് പോവും. അതുകൊണ്ട് കറിവേപ്പില നല്ലതുപോലെ മൂത്തതിന് ശേഷമേ മറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവുള്ളൂ. അങ്ങനെ നമ്മുടെ കറിവേപ്പിലയെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഈത്തപ്പഴം ആ എണ്ണയ്ക്കകത്ത് കിടന്ന് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് വിട്ട് നലിഞ്ഞ് കിട്ടണം. ഈത്തപ്പഴവും നാരങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ എണ്ണയ്ക്കകത്ത് കിടന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കൂട്ടുകൾ ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ട്, ഉലുവാപ്പൊടി ഇട്ട്, മഞ്ഞൾപ്പൊടി ഇട്ട്. ഉലുവാപ്പൊടി കുറച്ചേ ഇട്ടിട്ടുള്ളൂ. നേരത്തെ ഉലുവ ഇട്ടത് കൊണ്ട് ഉലുവാപ്പൊടി കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഇനി ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. 2 സ്പൂൺ ഉപ്പ് ഞാനിട്ട്. മധുരം ഉള്ളതുകൊണ്ടും കുറച്ചേ ഇട്ടുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഇടാം. അതിൻ്റെ കൂടെ ഒരു 2 സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഈത്തപ്പഴം നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഞാൻ നമ്പർ കഴിഞ്ഞ അച്ചാറിന് ഇട്ടപ്പോൾ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അറിയിക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്തും. ബായ്. ഇത് ഞാൻ പറഞ്ഞു തരുന്നത് എനിക്ക് മാത്രം ചെയ്യാനല്ല, നിങ്ങൾക്കൂടെ ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. എനിക്ക് തന്നെ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, എല്ലാവരും ചെയ്ത് ഇത് എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. ഇച്ചിരി വിനാഗിരിയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വിനാഗിരിയും കൂടെ ഒഴിച്ച് ഇളക്കി നല്ല പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ അച്ചാർ കണ്ടോ? ഇതാണ് ഈത്തപ്പഴം നാരങ്ങ അച്ചാർ. ആയി വെള്ളം ഓറുന്നുണ്ടോ? എൻ്റെ പൊന്നോ, എന്താ അച്ചാറിൻ്റെ മണം, എന്താ ഭംഗി കാണാൻ. എൻ്റെ മക്കളെ, നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും കാണണേ, എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണേ. കണ്ടോ അച്ചാർ കണ്ടോ? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ അച്ചാർ കണ്ടോ? കണ്ടോ? കള്ളം പറയല്ലേ. ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഇതിനകത്തൊരു യാതൊരു മാറ്റങ്ങളും ഇല്ല. ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കണേ. ഒരു വിട്ടുവീഴ്ചയും വേണ്ട. തെറ്റുണ്ടെങ്കിൽ തെറ്റാന്ന് പറയണം, നല്ലതെങ്കിൽ നല്ല അഭിപ്രായം പറയണം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തും. ബൈ.